വിശ്വാസികളുടെ ഏറ്റവും വലിയ സംഗമമായിട്ടുള്ള മക്കയിൽ ഹജ്ജിനും ഉംറക്കുമെല്ലാം വിശ്വാസികൾക്കിടയിൽ ഒരു സെഗ്രിഗേഷനുമില്ല. അങ്ങനെയെങ്കിൽ ഇസ്ലാമിൽ ഒരു ജെൻഡർ സെഗ്രിഗേഷൻ ഒരു മറകെട്ടി മറക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മിക്സഡ് സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ പഠിക്കേണ്ടത്? അവിടെയുള്ള ഓപ്പോസിറ്റ് ജെൻഡറുമായിക്കൊണ്ട് നമുക്ക് സംസാരിക്കുന്നതിനും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതിനും ഏതെല്ലാം തരത്തിൽ എങ്ങനെയായിരിക്കണം ആസ് എ മുസ്ലിം നമ്മൾ അവിടെ നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത്? ഇസ്ലാമിൽ ആണും പെണ്ണും വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് ഇസ്ലാം നമ്മളോട് സൂചിപ്പിക്കുന്നത്. വമാ ഖലഖ ദക്കറ വൽ ഉൻസ, അത് പരസ്പരം ആകർഷിക്കുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഒരാൾക്ക് അടുത്തിടപഴകാൻ പറ്റുന്ന സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച് ഇസ്ലാം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 24-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. മാതാവ് ഒരു ആൺകുട്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് മാതാവ്, സഹോദരി, മകൾ, അമ്മായി, എളാമ്മ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മക്കൾ, ഇത്രയും ആളുകളോട് മാത്രമാണ് അടുത്ത് ഇടപഴകാൻ പറ്റുന്നത്. എന്നാൽ മറ്റുള്ളവരോട് തീരെ സംസാരിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം സൂചിപ്പിക്കുന്നില്ല. അതിനപ്പുറത്തേക്കുള്ള വേറെ ആളോട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്തും അതല്ലെങ്കിൽ അടുത്തിടപഴകുന്ന സാഹചര്യങ്ങളിലുമൊക്കെ അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹജ്ജിൻ്റെ ഒരു സന്ദർഭം പറഞ്ഞു. ഹജ്ജിൻ്റെ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടുന്നത്. അവിടെ തന്നെയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അനാവശ്യമായി നോക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഒന്നാമത്തെ നോട്ടം കണ്ടുപോകൽ ഉണ്ടായേക്കാം, പക്ഷേ വീണ്ടും വീണ്ടും തുടർച്ചയായി നോക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അവിടെ വല്ലുൽ ബസർ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും എതിരെ നിൽക്കുന്ന ആൾ സ്ത്രീ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇസ്ലാം അതിനെയും ശരിയായി കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഒരു ഹദീസിൽ സഹാബിമാർ പറയുന്നൊരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ മറ്റൊരു അന്യ സ്ത്രീയുമായി സ്പർശിച്ചിട്ട് പോലുമില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലഘട്ടത്തിലെ ജീവിതത്തിനിടയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം സ്പർശിക്കാതിരിക്കാൻ അത്രപോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ മാത്രം കഴിയുന്ന ഒരാളായിരുന്നില്ല, മറിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയിരുന്ന ഒരുപാട് സ്ത്രീകൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശിഷ്യകളായിരുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പരസ്പരം കൈ കൊടുക്കുന്നിടത്ത് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയും അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ മറ്റുള്ള ചിന്തകൾ കടന്നു വരാം, എങ്ങനെയാ അപ്പം ഞാനത് കൊടുക്കണ്ടെന്ന് പറയാം എന്നൊക്കെ ഉള്ളത് കടന്നു വരികയാണെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത്.